ചേച്ചിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്നറിയോ? ചേച്ചി എന്ന് പറയുമ്പോ ഫസ്റ്റ് വരുന്ന പാട്ട് ഏതാന്ന് ഞാൻ പറയട്ടെ, ആ പുലർക്കാല സുന്ദര ഇല്ലേ? ഭയങ്കര ഫേവറേറ്റ്. അത് ആ പാട്ടില് ശരിക്കും പാട്ടിനോട് പോകത്തില്ല, പെട്ടെന്ന് ഷാരി ചേച്ചിയുടെ എല്ലാവർക്കും മനസ്സിൽ ഓർമ്മ വരുന്നത്. അത് മാത്രമല്ല ചേച്ചിയുടെ ആ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര തെറിച്ച ക്യാരക്ടേഴ്സ് ആണ് അല്ലേ? എനിക്ക് ചേച്ചിയുടെ ക്യാരക്ടർ പോലെ തന്നെയാന്ന് തോന്നുന്നു. ചേച്ചി ഭയങ്കര അടിച്ചു പൊളിച്ച ക്യാരക്ടറാണ് ആണോ? അല്ല, ഐ കുഡ് ഫീൽ ലൈക്ക് ദാറ്റ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആ ഭയങ്കര അടിച്ചു പൊളിച്ച ക്യാരക്ടേഴ്സ് ചേച്ചി കുറച്ചാ ചെയ്തത്. പക്ഷെ ഭയങ്കര സെന്റിമെന്റ്സ് ഗ്ലൂമി ആയിട്ടുള്ള ഒരു പെങ്കോച്ചാ കൂടുതലും ചെയ്തത്. ഹെവി ബേർഡൻസ് ഇൻ മൈൻഡ് അല്ലേ? ചേച്ചിക്ക് അങ്ങനെ ക്യാരക്ടർ കിട്ടിയതാണോ? യു ചൂസ് ലൈക്ക് ദാറ്റ്? ഇല്ല, എനിക്ക് കിട്ടിയതാണ് അങ്ങനെ. പക്ഷെ ഫസ്റ്റ് ആദ്യ ഫിലിം ദേശാടന കിളിയില് അതൊരു ടോം ബോയ്ഷ് റോളാണല്ലോ. അത് എൻ്റെ പിന്നെ നേച്ചർക്ക് അഗെയിൻസ്റ്റ് ആണ്. ഞാനും മിണ്ടിയേ ഇല്ല. പിന്നെ അതിനെ നോക്കിയാൽ എല്ലാ ഡയലോഗ്സും എനിക്കാണ്. ഇത്ര വലിയ വലിയ ഡയലോഗ്സ് ആണ്. ഫസ്റ്റ് മൂവി മലയാളം എന്താന്ന് പറയാൻ പോലും അറിയാത്ത ഒരു പിന്നെ ആ ടൈമിലാണ് അത്ര നല്ല ഒരു പിന്നെ ക്യാരക്ടർ കിട്ടിയത്. പിന്നെ ബിക്കോസ് ഓഫ് പത്മരാജൻ സർ, പിന്നെ അവരുടെ ഐ എം റിയലി ലക്കി to get such a legendary director. No, I'm so happy to be in Malayalam industry. ചേച്ചി ഈ മലയാളം എങ്ങനെ പഠിച്ചു? ഇങ്ങനെ എല്ലാവരോടും വർത്താനം പറഞ്ഞു. പക്ഷെ ചേച്ചിക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. Because I'm basically Telugu, Tamil അറിഞ്ഞാലേ you can easily pick up Malayalam. എന്നാ ചേച്ചി തെലുങ്കിൽ എന്നതേലും എന്നോട് ചോദിക്കും, മറുപടി പറയില്ലേ? ചേച്ചി പറയൂ. నేను నిన్ను ప్రేమిస్తున్నాను. അതെന്നെ ഇഷ്ടമാണെന്നാണോ പറയുന്നത്? അല്ല, പ്രേമിస్తున్నాന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് പിന്നെ ലവ് ആണ്. അപ്പൊ മോശമല്ല. ചേച്ചിയുടെ എക്സ്പ്രഷൻ വൈസ് എനിക്കത് മനസ്സിലായി. ഞാൻ എക്സ്പ്രഷൻ വേറെ മാതിരി കൊടുക്കണം. അത് മതി. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി കഴിച്ചിട്ട് ഇതിന് തെലുങ്കിൽ പറയണം. ബട്ട് ഇൻ തെലുങ്കു. ഞാൻ പഠിപ്പിച്ചു. താങ്ക് യു. മിക്കവാറും ഈ എപ്പിസോഡിൽ ഞാൻ തെലുങ്ക് പഠിക്കുന്ന ലക്ഷണം കാണുന്നുണ്ട്. ഇത് മിക്കവാറും ടീച്ചറായിട്ട് കുട്ടി പഠിക്കും എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തുന്ന ലക്ഷണമുണ്ട്. പക്ഷേ ചേച്ചി, എനിക്ക് ചേച്ചിയോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കേണ്ട, ഒത്തിരി കാര്യങ്ങൾ. എന്താണെന്നറിയോ? ആ 80s ഹീറോയിൻസിന്റെ ഇതും, പിന്നെ ചേച്ചി കമ്മിങ് ഫ്രം തെലുങ്കു അല്ലെ? നേറ്റീവ് പ്ലേസ് തെലുഗു ആണ്. ബേസിക്കലി തെലുഗു ബേസിക് ആണ്. പക്ഷേ ജനിച്ചത് വളർന്നത് എല്ലാം ചെന്നൈയിലാണ്. ഓക്കെ. അപ്പൊ ഈ ദേശാടന കിളി മലയാളത്തിലേക്ക് കൂടുവച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? അപ്പൊ പിന്നെ എന്തായാലും മലയാളം അറിയാത്തൊരു ദേശാടന കിളി പത്മരാജൻ സാറിനെ പോലെ ഇത്ര പെർഫെക്റ്റും ലെജൻഡറി ആയിട്ടൊരു ഡയറക്ടർ എങ്ങനെ ചേച്ചിനോട് പറഞ്ഞു തന്നു, അതെങ്ങനെ പെർഫോം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരണേ. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. സ്കൂൾ മാതിരിയാണ് അവിടെയൊക്കെ പോയാൽ പത്മരാജൻ സാറിന്റെ അടുത്ത്. അത് പിന്നെ കൂൾ ഡയറക്ടറാണ്. പക്ഷെ എന്നാലും നമുക്ക് ഇൻഡസ്ട്രിയിൽ പുതിയതായിട്ട് വരുന്നതല്ലേ, അപ്പൊ നമുക്ക് പേടിയാണ്. പിന്നെ എല്ലാം പിന്നെ സ്റ്റാർസ് ആണ്. മോഹൻലാൽ സാർ, പിന്നെ ഊർവശി ഉണ്ട് അതില്, പിന്നെ കാർത്തിക, ഇവരെല്ലാം പിന്നെ അപ്പോ നല്ല എല്ലാം ഗ്രേറ്റ്. അപ്പൊ ചേച്ചി ഒരു ന്യൂ കമ്മർ ആണ്. അതുകൊണ്ട് അതിന്റെ പേര് ഏതാ ഫേസ് അതിവിടെ പറയാം. നമുക്ക് അവിടെ പോവാം. തരത്തില്ല. എന്തൊക്കെയാണ് പറ? ഇത് സെഷ്വാൻ ഫ്രൈഡ് റൈസ് ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ കോളിഫ്ലവർ ആ ചെയ്ത്. ശരിക്കും അതെ, സെഷ്വാൻ ശരിക്കും ചേച്ചി ബേസിക്കലി സ്പൈസി അല്ലേ? അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇറ്റ് ഗോസ് എണ്ണ ആണേലും ഇറ്റ്സ് ഓക്കെ. അപ്പൊ പിന്നെ ചേച്ചി ഞാൻ വിചാരിച്ചു ഒരു സൈഡ് കോമ്പിനേഷൻ എനിക്ക് എല്ലാം കൂടെ ചെയ്യണ്ടേ. അന്നേരം പിന്നെ എളുപ്പ വഴി ഇതാണ്. പിന്നെ ഒരു അലങ്കാരത്തിനും കൂടെ ആവുമ്പോഴത്തേന് വേണമല്ലോ പ്ലേറ്റിംഗ്. അതാ, പ്ലേറ്റിംഗിൽ ഞാൻ ഒരു സൈഡ് പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന ഇത് മാത്രമേ ഉണ്ടായിരുന്നു. സോ അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ആക്കി വെച്ചു. ചേച്ചിയോട് വർത്താനം പറയുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നത്. വി ആർ ഗോയിങ് ടു 80s. എനിക്ക് മാത്രമല്ല, സെയിം നമ്മുടെ പ്രേക്ഷകർക്ക് ആണെങ്കിലും ഷാരി ചേച്ചിയെ കണ്ടു കഴിയുമ്പോ അല്ലേ ഞങ്ങളെല്ലാം പുറകോട്ട് 80s പോവാ. ചേച്ചിയും 80s പോവാണ്. അപ്പൊ ചേച്ചി ബേസിക്കലി മലയാളി അല്ല, യു ആർ ഫ്രം തെലുങ്കു. അപ്പൊ ശരിക്കും ചേച്ചിയുടെ ആ ഒരു എങ്ങനെ മലയാളത്തിലേക്ക് വന്നതും ഫസ്റ്റ് മൂവി ചെയ്തതും ഒക്കെ? അത് എനിക്ക് പിന്നെ ക്ലാസിക്കൽ ഡാൻസ് ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഡാൻസർ ഇങ്ങനെ ഷോസൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ അമ്മയ്ക്കും അമ്മുമ്മയ്ക്കും എന്നെ ഒരു സ്റ്റാർ ആക്കി കാണണമെന്നാണ് അവരുടെ ഒരു ഇഷ്ടം. പിന്നെ അവരെ പിന്നെ സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഈ പടത്തിൽ അഭിനയിക്കാൻ ഓക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു തമിഴ് പടത്തിൻ്റെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോമായിട്ട് പത്മരാജൻ സാർ എവിടെയോ കണ്ടു. അത് അങ്ങനെ അതിന് പിന്നെ ഫോൺ നമ്പറൊക്കെ പുറകെയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് പിന്നെ വിളിച്ചു. ഇങ്ങനെ മലയാള പടമാണ്, ഇങ്ങനെ പിന്നെ 2 പെൺകുട്ടികളുടെ സ്ക്രിപ്റ്റാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, അയ്യോ മലയാള പടമാ, അയ്യോ അത് വേണ്ട സാർ,
மலையாள படம்லாம் வேண்டாம், எங்கள் பொண்ணு வந்துட்டு தெலுங்கு തമിഴ് എല്ലാം பண்ணാൽ പോതും. മലയാള പടം എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് എവിടെയാ എന്താണ് അവസ്ഥ. പിന്നെ ആ സ്റ്റോറി ലൈന് കുറച്ച് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ അവർ മലയാളത്തിൽ പറഞ്ഞത് എനിക്ക് കുറച്ച് മനസ്സിലായി. പിന്നെ അത് ഒരു ഭയങ്കര ബോൾഡ് ടോം ബോയ്ഷ് റോളാണ്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ എനിക്ക് മലയാളം വരാது, ആക്ടിങ് വരാது, പിന്നെ ഇത് വന്ന് ரொம்ப ബോൾഡാக இருக்கணும், എങ്ങനെയാണ്? ഒന്നും പേടിക്കണ്ട, ഞാനുണ്ടല്ലോ, യു കം, ഐ വിൽ ടേക്ക് കെയർ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ തുടങ്ങിയത്. അതെ, പക്ഷെ അവിടെ പോയാൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. അതാണ് സത്യം. അവിടെ പോയപ്പോൾ പിന്നെ മോഹൻലാൽ സാറുണ്ട്, ഉർവശി ഉണ്ട്, പിന്നെ കാർത്തിക ഉണ്ട്, പിന്നെ കുറേ പിന്നെ സ്റ്റുഡൻസ് ആണ്. അത് ആ സ്കൂൾ ബേസ്ഡ് സബ്ജക്റ്റ് ആണല്ലോ. അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി. ഒന്നുമില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേണു, പിന്നെ ക്യാമറമാൻ, ഒരു 4-5 കുട്ടികൾ പോയിട്ടുണ്ട് ഈ ക്യാരക്ടറിന് വേണ്ടി. എല്ലാം റിജക്റ്റ് ആയിട്ട് പോയി, യു ടേൺ ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഐ വിൽ ബി ദ 6th വൺ യു ടേൺ ചെയ്തിട്ട് പോകുന്നത്. പിന്നെ ഒരു നല്ല സീൻ എടുത്തു. ഇങ്ങനെ പിന്നെ സുരേഷ് ഉണ്ണിത്താൻ അവരാണ് എനിക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുത്തത്. ആൻഡ് കാർത്തിക, ഉർവശി, മോഹൻലാൽ സർ, ഇവരെല്ലാം എനിക്ക് ഒത്തിരി എൻകറേജ് ചെയ്തു. സോ അങ്ങനെ അത് നല്ല. ചേച്ചി ഫസ്റ്റ് ടൈം ചേച്ചിയോട് ഏത് സീനാ ചെയ്യാൻ പറഞ്ഞത്? അത് ഞാനും കാർത്തികയായിട്ട് പിന്നെ പ്ലേ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവള് വരുമല്ലോ, ഞാൻ മുട്ട കുത്തിക്കും, പിന്നെ നീർക്കോലി എടുത്ത് ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു സീനാണ്. ഇത്ര വലിയ ഡയലോഗ്സ്. അയ്യോ, പിന്നെ വെയിലത്ത് ഇങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് സ്കേർട്ടും പിന്നെ ടോപ്സ് അല്ലേ അതിലൊക്കെ, യൂണിഫോം ഒക്കെ ഇട്ട് ഇങ്ങനെ, പിന്നെ ഇവിടെ നിന്ന് പിന്നെ ചൂട്, അവിടെ നിന്നും ചൂട്, പിന്നെ ഡയലോഗ് വരത്തില്ല. ഒരു 5-6 ടേക്ക് ആയപ്പോൾ ഫുള്ള് വേർത്തു. അയ്യോ, അപ്പോൾ ഞാൻ വിചാരിച്ചപ്പാ, ഞാൻ പറഞ്ഞു, സാർ മുടിയാതെ സാർ, ഞാൻ പോറ. ഇല്ലല്ല, 1 more take. യു ആർ സോ കൂൾ. പിന്നെ ഒരു വാക്ക് പോലും പിന്നെ വഴക്ക് പറയില്ല. വെരി കൂൾ ഡയറക്ടർ. ഐ എം റിയലി ബ്ലെസ്ഡ് ടു ഗെറ്റ് സച്ച് എ ലെജൻഡറി ഡയറക്ടർ. പിന്നെ മലയാളി ഇൻഡസ്ട്രിക്ക് തന്നെ ഞാൻ പിന്നെ താങ്ക്സ് പറയണം. ഫ്രം ദ ഡേ 1 ടിൽ നൗ ഇങ്ങനെ എന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. പിന്നെ പിന്നെ പടത്തിനൊക്കെ കുറച്ച് ഗ്യാപ്പ് കിട്ടിയെന്ന് കുറച്ച് മാറി നിന്നു, ബിക്കോസ് ഓഫ് മൈ ഫാമിലി ആൻഡ് മോളൊക്കെ ഉണ്ടല്ലോ. അപ്പം എന്നാലും ഞാനിപ്പോൾ തിരിച്ചു വന്നു. നിലാവും നക്ഷത്രങ്ങളും സീരിയൽ പിന്നെ തിരിച്ചു വന്നു. ആ പഴയ സ്നേഹം തന്നെയാണ് ആനി എനിക്ക്. യെസ്, ഐ എം സോ എക്സൈറ്റഡ്. ഐ എം റിയലി താങ്ക്ഫുൾ ടു എവറിബഡി. ചെയ്യുന്ന ക്യാരക്ടർ ഇപ്പം സീരിയലല്ലേ ചെയ്യുന്നത്? അതെ. ആ ക്യാരക്ടർ എങ്ങനെയാ? അയ്യോ, ഇത് പിന്നെ സീരിയൽ എന്ന് പറഞ്ഞാൽ ആനി പിന്നെ എവ്രി മന്ത് ഞാൻ ഇങ്ങോട്ട് വരണം. അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പിന്നെ രാജൻ പൂജപ്ര കൺട്രോളർ, പിന്നെ ഇതിന് മുമ്പ് ഒരു വർക്കിന് വിളിച്ചു. നല്ല പ്രോജക്റ്റ് ആയിരുന്നു. ഷാരിമ, ഇത് നല്ല പ്രോജക്റ്റാണ്, പിന്നെ ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു, രാജേട്ടാ പ്ലീസ് വെയിറ്റ്, എൻ്റെ മോളിപ്പോൾ എക്സാംസ് ഒക്കെ പോകുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഐ ക്യാൻ തിങ്ക് അബൌട്ട് എനിത്തിങ് എൽസ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ശരി, അപ്പോൾ അടുത്ത പ്രോജക്റ്റിൽ ചെയ്യും അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഞാൻ ചെയ്തു തരാം, തീർച്ചയായിട്ടും ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെയും പിന്നെ മറക്കാതെ പിന്നെയും വിളിച്ചു, ഷാരിമ പിന്നെ ഇത് വേറെ പ്രോജക്റ്റാണ്, നല്ല ക്യാരക്ടറാണ്. ഇപ്പോൾ ചാനലിലൊക്കെ ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ ഷാരിമ ഡെഫിനറ്റ്ലി യു ഹാവ് ടു കം ആൻഡ് ഡു ദിസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി നോക്കട്ടെ, ഞാൻ സ്ക്രിപ്റ്റ് പിടിച്ചാൽ ഐ വിൽ തിങ്ക് അബൌട്ട് ഇട്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അടുത്ത ദിവസം ഗണേഷ് സ്ക്രിപ്റ്റ് റൈറ്റർ വിളിച്ചു, ചേച്ചി ഇങ്ങനെയാണ് അവർ പറഞ്ഞ ആ സ്ക്രിപ്റ്റിനെ പറഞ്ഞ ആ വിധം ഉണ്ടല്ലോ, ഇറ്റ് വാസ് സോ കൺവിൻസിങ്, ഒരു നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഓക്കെയാണ് ഗണേഷ്, ബട്ട് എനിക്ക് കുറച്ചൊക്കെ ഇതൊക്കെ ഉണ്ട്, എൻ്റെ മോളുടെ ഇതൊക്കെ ഉണ്ട്, അപ്പോൾ ചേച്ചി എന്ത് ഡേറ്റ്സ് പറഞ്ഞാലും അതിനൊക്കെ ഞങ്ങൾ അനുസരിക്കാം എന്നൊക്കെ പറഞ്ഞു. ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടല്ലോ. അപ്പോൾ ശരി, ഞാൻ പിന്നെ എൻ്റെ വീട്ടിലൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അമ്മ എൻ്റെ മോളാണ്. അപ്പോൾ പറഞ്ഞു, അമ്മ പാവമല്ല, എவ்வளோ அவங்க வந்து உனக்கு வந்து இவ்வளோ வேல்யூ கொடுத்து காலிங் யூ, പിന്നെ മിണ്ടാണ്ട് പോയി വർക്ക് ചെയ്തിട്ട് വാ, നല്ല വർക്ക് എന്നാണ് പറയുന്നല്ലോ, പിന്നെ ഇഷ്ടമായല്ലോ അമ്മയ്ക്ക്, ഡോണ്ട് മിസ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ്. മോള് ഭയങ്കര എൻകറേജ്ഡാ? യാ, ഷീ ഈസ് സോ എൻകറേജിങ്. ആൻഡ് അവള് നല്ലോണം കുക്ക് ചെയ്യും ആനി, നല്ല ബേക്ക് ചെയ്യും, കേക്കൊക്കെ. എൻ്റെ എല്ലാവരുടെ പിന്നെ ബർത്ത്ഡേനും അവള് കേക്ക് ഉണ്ടാക്കും.
കുക്കിംഗ് പഠിക്കുന്നുണ്ട്, പക്ഷെ ബേക്കിംഗ് ആണ് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുനാൾ പോലെ ഇൻട്രസ്റ്റ് കുഞ്ഞുനാൾ മുതൽ പിന്നെ എല്ലാ ഷോസും ഇരുന്ന് കാണും. അങ്ങനെയാണ് ഞങ്ങൾ ഇരുന്ന് ആനിയുടെ ഈ ഷോ ഒക്കെ കണ്ട് പിന്നെ അത് വെജ് പിസ്സ, വെജ് പിസ്സ, പിന്നെ നാടൻ ചിക്കൻ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല സ്പൈസിയാണ്, നാടൻ ഫുഡാണ് ഇഷ്ടം. അവള് പിന്നെ ഹൈഫൈ ഇത് പിന്നെ പിസ്സ, കേക്ക്, കുക്കീസ് ഇതൊക്കെ അവളുടെ ഇതാണ്. സോ അവളും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് കുക്കിംഗില്. അതുകൊണ്ട് ഈ ഷോനെ വിളിച്ചപ്പോ ഞാൻ ചാടി വന്നത്. താങ്ക് യു മോക്ക്, പ്രത്യേക താങ്ക്സ്.